കളർ പേപ്പർ കളർ പേപ്പർ കളർ പേപ്പർ. ഈ കളർ പേപ്പർ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് ആണേ. ഞാനൊരു കളർ പേപ്പർ ഫുള്ളായിട്ട് എടുത്തത് അതുപോലെയൊക്കെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഒരു സ്ക്വയർ പീസ് വെട്ടിയെടുക്കാനാണ് എൻ്റെ ഇഷ്ടമാണ്. പ്ലേ സ്കൂൾ ടീച്ചേഴ്സിന്, അംഗൻവാടി ടീച്ചേഴ്സിനൊക്കെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഇത്. പിന്നെ വെറുതെ ബോറടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ അതുപോലെയൊക്കെ ഒന്ന് ചെയ്തോ. അപ്പോൾ ആ ബോറടിയൊക്കെ ഒന്ന് മാറ്റുകയും ചെയ്യാം. ഇതിപ്പോ നമ്മളൊരു ഫ്ലവർ ആണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുപോലെയൊക്കെ ഒന്ന് മടക്കി വെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫ്ലവർ കിട്ടും. അങ്ങനെ നമുക്ക് കുറച്ചധികം ഫ്ലവേഴ്സ് വേണം, പല നിറത്തിൽ വേണം, പിന്നെ വലുത് ചെറുത് അങ്ങനെ ഒരു സൈസിൽ വേണം കേട്ടോ. ആദ്യമൊക്കെ എനിക്ക് ഇങ്ങനത്തെ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. ഞാൻ എങ്ങനെ വെട്ടിയാലും ആ ഫ്ലവർ ശരിയാവാറില്ല. പക്ഷെ എന്നാലും ഞാൻ ആ ശ്രമം നിർത്തിയില്ല, ഞാൻ ചെയ്തുകൊണ്ടേയിരുന്നു. അവസാനം അത് ശരിയായി. അങ്ങനെ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡിയായി. ഇനി അതിന്റെ സെന്ററിൽ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു റൗണ്ട് കട്ട് ചെയ്തെടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് യെല്ലോ കളർ പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് റൗണ്ടിൽ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കത് പൂവിന്റെ രണ്ട് സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ ഈ റൗണ്ട് പീസ് കട്ട് ചെയ്തിട്ടില്ലേ, ഇതേപോലെ വേറെ കളറിലും റൗണ്ടായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. വേറെ പല കളറിലും വേണേ. അങ്ങനെ ഒരു ഫ്ലവർ നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ കുറേ നേരത്തെ ശ്രമങ്ങൾക്കൊടുവിൽ കുറേ ഫ്ലവേഴ്സ് ഞാനിവിടെ വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഫ്ലവേഴ്സൊക്കെ വെട്ടി വന്നപ്പോഴേക്കും എൻ്റെ കൈയൊക്കെ കത്രിക പിടിച്ചിട്ട് വേദനിക്കാൻ തുടങ്ങി. അപ്പൊ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പല കളറിലുള്ള റൗണ്ട് കട്ട് ചെയ്ത് വെക്കണമെന്ന്. ഇത് കണ്ടോ, ഓരോ കളറിലേക്കും ഓരോ കളറുകൾ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. ആ യെല്ലോയിൽ തന്നെ നമ്മൾ റെഡ് ഒട്ടിച്ചു കൊടുത്തു, ഒരു ബ്ലൂ ഒട്ടിച്ചു കൊടുത്തു. അപ്പൊ അതിന്റെ വ്യത്യാസം കണ്ടോ. അതുപോലെ ആ ലൈറ്റ് യെല്ലോ കളറിലേക്ക് ബ്ലൂ നല്ല മാച്ച് ആയിരിക്കും കേട്ടോ, ആ ലൈറ്റ് കളർ ബ്ലൂ. പിന്നെ അതാ ബ്ലൂ കളറിലേക്ക് ഒരു റെഡ് ഒട്ടിച്ചു കൊടുത്തു. പക്ഷെ അത് അത്രയ്ക്ക് ഒരു എടുപ്പ് വന്നില്ല. ശരിക്കും ബ്ലൂവും റെഡും ഒരു മാച്ചുള്ളൊരു കളറായിരുന്നു. പക്ഷെ ഈ കളർ പേപ്പർ എന്തോ റെഡി ആയിട്ടില്ല. ഇനി ആ യെല്ലോയിൽ പർപ്പിൾ ഇല്ലേ, അത് അടിപൊളിയാണ് കേട്ടോ, നല്ല ഭംഗിയില്ലേ അത് കാണാനായിട്ട്. അതുപോലെ ഈ ബ്ലൂവിൽ ഈ യെല്ലോ കളറും അതും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഈ ഒരു പൂവ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, അതുകൊണ്ട് ഞാനത് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അതുപോലെ ഈ ഒരു പൂവ് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അതും ഞാനത് ബാക്ക്ഗ്രൗണ്ടിൽ ഒട്ടിച്ചു കൊടുത്തു. അങ്ങനെ കുറച്ച് ഫ്ലവേഴ്സ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കണ്ടേ. അതിന് വേണ്ടി ഒരു ഫ്ലവറിൻ്റെ അടിയിലത്തെ ഒരു പെറ്റലിൽ ഇങ്ങനെ കുറച്ച് പശ തേച്ചിട്ട് അടുത്ത ഫ്ലവർ എടുത്ത് ഒട്ടിക്കുക. അതിനുശേഷം അതിൻ്റെ അടിയിലത്തെ പെറ്റലിൽ അടുത്ത ഫ്ലവർ ഒട്ടിക്കുക. എന്നിട്ട് ഒന്ന് എടുത്ത് നോക്കുക, അതിൻ്റെ വലിപ്പമൊക്കെ നോക്കി നോക്കുക, നമുക്ക് എത്രത്തോളം നീളം വേണമെന്നൊക്കെ ഉള്ളതൊന്ന് ടെസ്റ്റ് ചെയ്യുക. ഒരു വലുത് ഒട്ടിക്കുക, പിന്നെ ഒരു ചെറുത് ഒട്ടിക്കുക, 2-3 വലുത്, അങ്ങനെ ഇടവിട്ടായിട്ട് ഇതുപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കണം കേട്ടോ. ഇത് നമുക്ക് ഒന്ന് ഹാങ്ങിങ് ചെയ്തിടാനാണ് ഏറ്റവും നല്ലത്. ഒട്ടിച്ചു വയ്ക്കുന്ന അത്ര ഭംഗിയില്ല. ഞാൻ ഒട്ടിച്ചു വെച്ച് നോക്കി. ഹാങ്ങിങ് ചെയ്തിടുമ്പം ഈ പൂക്കൾ ഇങ്ങനെ തൂങ്ങി മോളിൽ നിന്ന് ഇങ്ങനെ കിടക്കുന്നതാണ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പൂക്കൾ നമുക്ക് എത്രത്തോളം വേണം അത്രത്തോളം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. എത്ര എണ്ണം വേണം അതിനനുസരിച്ചൊക്കെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒട്ടിച്ചു വെച്ചെന്ന് പറഞ്ഞില്ലേ. ഒട്ടിച്ചു വെക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ കാണുന്നത്. അപ്പം ഞാനത് പതുക്കെ ഒന്ന് പിരിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ തൂക്കിയിടുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ട് കേട്ടോ. ഇതും ഇപ്പോൾ ഒട്ടിച്ച് തന്നെയാണ് വെച്ചിരിക്കുന്നത്. നമുക്കൊരു നൂല് കെട്ടിയിട്ട് ഇങ്ങനെ മുകളിൽ തൂക്കിയിടാൻ പറ്റും. ഇവിടെ തൂക്കിയിടാനായിട്ട് പ്രത്യേകിച്ച് സ്പേസ് ഒന്നും ഞാൻ കണ്ടില്ല, അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ തന്നെ വെച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് തൂക്കിയിടാനാണ് കേട്ടോ, അപ്പോഴാണ് അതിന് ഭംഗി കൂടുതൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് അടിക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ വരാം കേട്ടോ. ബൈ.